പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, വളരെയേറെ മനോവ്യഥയോടുകൂടിയാണ് ഞാൻ ഈ വീഡിയോ ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങളുടെ മുന്നിലിരിക്കുന്നത്. ഇക്കഴിഞ്ഞ ജൂലൈ 3-ാം തീയതി കേരള ഹൈക്കോടതിയിൽ നിന്ന് ഒരു വിധി പ്രഖ്യാപനം ഉണ്ടാവുകയുണ്ടായി. അത് ജസ്റ്റിസ് AK ജയശങ്കരൻ നമ്പ്യാരും ജസ്റ്റിസ് ശ്യാംകുമാർ VM അവർ രണ്ടുപേരും ഇരിക്കുന്ന ഒരു ഡിവിഷൻ ബെഞ്ചിൽ നിന്നാണ് ഈ വിധി വന്നത്. എന്തായിരുന്നു ആ വിധിയുടെ ഉള്ളടക്കം? അത് നമ്മൾ വിശദമായി കൈകാര്യം ചെയ്യാൻ പോകുന്നുണ്ട്. പക്ഷേ ഉള്ളടക്കം ഞാൻ ആദ്യം ഒന്ന് സൂചിപ്പിക്കട്ടെ. ഒരു പാരിപ്പള്ളിയിലെ ഉള്ള ഗിരീഷ് കുമാർ എന്ന് പറഞ്ഞ ഒരു മനുഷ്യൻ, ആ മനുഷ്യൻ 10 വർഷക്കാലം ജയിലിൽ കിടന്നതിന് ശേഷം, അതായത് കൊലക്കുറ്റത്തിൽ ശിക്ഷിക്കപ്പെട്ട് അല്ലെങ്കിൽ കൊലക്കുറ്റത്തിൽ വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട് ഏതാണ്ട് 6 വർഷക്കാലവും അതിനു മുമ്പ് ഏതാണ്ട് 4 വർഷക്കാലവും കൂടെ ചേർന്ന് 10 വർഷക്കാലം ജയിലിൽ കിടന്ന ഈ ഗിരീഷ് കുമാർ എന്ന് പറഞ്ഞ ഈ മനുഷ്യൻ 10 വർഷത്തിന് ശേഷം അയാൾ കുറ്റക്കാരനല്ല എന്ന് ഹൈക്കോടതിയിലെ ഞാൻ പറഞ്ഞ മേൽപ്പറഞ്ഞ ഡിവിഷൻ ബെഞ്ച് കണ്ടുപിടിച്ചതിനെ തുടർന്ന് അയാളെ വെറുതെ വിട്ടു. വെറുതെ വിടുന്നതിൻ്റെ ഭാഗമായി കേരള ഹൈക്കോടതി അയാൾക്ക് 5 ലക്ഷം രൂപ നഷ്ടപരിഹാരവും നൽകി. ഇതാണ് ഈ വിധി. ഇതിൻ്റെ വാർത്ത വന്നു. അതിനെ തുടർന്ന് ഞാൻ ആ ജഡ്ജ്മെൻറ്റ് എടുത്തു വായിച്ചു. സുഹൃത്തുക്കളെ, ഈ വിധിന്യായം വളരെ മനോവ്യഥയോടുകൂടിയാണ് ഞാൻ വായിച്ചതും നിങ്ങളുടെ മുമ്പിൽ ഇപ്പോൾ അവതരിപ്പിക്കുന്നത്. അതായത് 2013 ഈ ഗിരീഷ് കുമാർ ആലീസ് എന്ന് പറഞ്ഞൊരു വനിതയെ കൊലപ്പെടുത്തിയെന്ന് പറഞ്ഞ് അറസ്റ്റിലാവുന്നു. പോലീസ് അന്വേഷിക്കുന്നു. അന്വേഷിച്ച് വിചാരണ നടക്കുന്നു. വിചാരണ നടന്ന് 2018 കീഴ്ക്കോടതി, അതായത് അഡീഷണൽ സെഷൻസ് ജഡ്ജ് 4 കൊല്ലം 2018 ഈ ഗിരീഷ് കുമാറിനെ വധശിക്ഷയ്ക്ക് വിധിക്കുന്നു. അപ്പോൾ വധശിക്ഷ വിധിച്ചു കഴിഞ്ഞാൽ ആ വധശിക്ഷ അംഗീകരിക്കേണ്ടത് മേൽക്കോടതിയായിട്ടുള്ള ഹൈക്കോടതിയാണ്. അപ്പോൾ 2018 ഈ വിധിന്യായം, ഇതിൻ്റെ ബന്ധപ്പെട്ട രേഖകളെല്ലാം കൂടെ ചേർന്നിട്ട് ഈ കീഴ്ക്കോടതി ജഡ്ജി ഹൈക്കോടതിയിൽ എത്തിക്കുന്നു. 2018 വിധി പ്രഖ്യാപിച്ച ഈ വിധി 6 വർഷങ്ങൾക്ക് ശേഷമാണ് ഹൈക്കോടതി അതിൽ വിധി പ്രഖ്യാപിച്ചുകൊണ്ട് ആ മനുഷ്യനെ 2024 വെറുതെ വിടുന്നത്. അപ്പോൾ യഥാർത്ഥത്തിൽ എന്താണ് വസ്തുത? 2013 മുതൽ 2024 വരെ 11 വർഷക്കാലം ഈ ഗിരീഷ് കുമാർ എന്ന് പറഞ്ഞ മനുഷ്യൻ ജയിലിലായിരുന്നു. അതിൽ 6 വർഷക്കാലം വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട് ജയിലിലായിരുന്നു. വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട് എന്ന് പറഞ്ഞാൽ ഈ 6 വർഷക്കാലവും ഏത് ദിവസം വേണമെങ്കിലും തൂക്കിക്കൊല്ലപ്പെടാമെന്ന ആശങ്കയോടുകൂടി ഭയത്തോടുകൂടി ഇയാൾ ജയിലിലായിരുന്നു 2018 മുതൽ 2024 വരെ. 2024 ബഹുമാനപ്പെട്ട ഹൈക്കോടതി ഈ കേസ് വിശദമായി പരിശോധിച്ചുകൊണ്ട് ഇതിൽ തെളിവൊന്നുമില്ല എന്നും പറഞ്ഞ് അയാളെ വെറുതെ വിടുകയും അയാൾ വലിയ ബുദ്ധിമുട്ടും മാനസിക പീഡനവുമൊക്കെ അനുഭവിച്ച ആളായതുകൊണ്ട് അയാൾക്ക് 5 ലക്ഷം രൂപ നഷ്ടപരിഹാരം നൽകണം എന്ന് പറഞ്ഞുകൊണ്ടാണ് അയാളെ വെറുതെ വിടുന്നത്. സുഹൃത്തുക്കളെ, ഇതിൻ്റെ വിശദാംശങ്ങളാണ് നമ്മൾ ഇനിയൊന്ന് പരിശോധിക്കാൻ പോകുന്നത്. അതായത് 2013 6-ാം മാസം 11-ാം തീയതി ആണ് 57 വയസ്സുള്ള ആലീസ് വർഗീസിനെ കൊലപ്പെടുത്തി എന്ന് പറഞ്ഞുകൊണ്ട് ഇയാളെ അറസ്റ്റ് ചെയ്യുന്നത്. അതിൻ്റെ വിചാരണയെല്ലാം കഴിഞ്ഞ് 2018 അയാളെ വധശിക്ഷയ്ക്ക് വിധിക്കുന്നു കീഴ്ക്കോടതി. അത് പിന്നീട് 6 വർഷം കഴിഞ്ഞിട്ട് ഹൈക്കോടതി വെറുതെ വിടുന്നു. അപ്പോൾ ഹൈക്കോടതിയിൽ അപ്പീൽ ചെയ്യുന്നപ്പോഴത്തേക്കും ഹൈക്കോടതി വിശദമായി ആ കേസ് പരിശോധിക്കുന്നു. ആ കേസ് പരിശോധിച്ചിട്ട് ഒരു 8-10 കാരണങ്ങൾ നിരത്തിക്കൊണ്ടാണ് യാതൊരു തെളിവും ഇതിനില്ല എന്ന് ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് കണ്ടെത്തുന്നത്. സുഹൃത്തുക്കളെ, അതിൽ ഒരുപാട് കാരണങ്ങൾ പറയുന്നുണ്ട് ഹൈക്കോടതി. അതിലൊന്ന്, ഈ പ്രതിയെ കുറ്റവുമായി ബന്ധിപ്പിക്കാൻ വേണ്ടിയിട്ട് ഉള്ള ഒരു തെളിവും ഉണ്ടായിരുന്നില്ല എന്നുള്ള ഒരു കാരണം പറയുന്നുണ്ട്. അതിനുശേഷം പറയുന്നുണ്ടത് ഈ മെറ്റീരിയൽ ഓബ്ജക്ട്സ് 1 and 2 അത് ഈ മരിച്ചുപോയ സ്ത്രീയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഉള്ള ഒരു ചെയിനും ബാങ്കിളുമായിരുന്നു.
അത് ഇവരുടേതാണ് എന്ന് തെളിയിക്കാൻ വേണ്ടിയിട്ട് കഴിഞ്ഞിട്ടില്ല എന്ന് ഹൈക്കോടതി കാണുന്നുണ്ട്. അതുപോലെ തന്നെ മെറ്റീരിയൽ ഒബ്ജക്റ്റ് 10 അതിൻ്റെ സിം കാർഡ് അപ്പല്ലൻ്റ് പിന്നെ പ്രതിയുമായി ബന്ധപ്പെട്ട് ഉള്ളതാണെന്ന് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് കഴിയുന്നില്ല. അതുപോലെ ഒരു പൊതുസ്ഥലത്തുനിന്ന് കണ്ടുപിടിച്ച ഒരു തൊണ്ടി അതിൻ്റെ തെളിവ് മൂല്യം എത്രത്തോളമുണ്ട് എന്നുള്ള സംശയം കോടതി മുന്നോട്ട് വെക്കുന്നുണ്ട്. അതുപോലെ തന്നെ പ്രതിയുടെ ടെലിഫോണും സിം കാർഡുമായിട്ട്, അതായത് മരിച്ചുപോയ കൊല്ലപ്പെട്ട സ്ത്രീയുടെ സിം കാർഡും ടെലിഫോൺ സിം കാർഡുകളുമൊക്കെ അവരുമായി ബന്ധപ്പെടുത്താനുള്ള ശാസ്ത്രീയ തെളിവുകൾ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് കഴിഞ്ഞിട്ടില്ല. അതുപോലെ തന്നെ പ്രോസിക്യൂഷൻ വിറ്റ്നസ്സായിട്ട് കൊണ്ടുവന്ന 18 പ്രോസിക്യൂഷൻ വിറ്റ്നസ് 18 എന്ന് പറഞ്ഞ സ്ത്രീയുണ്ട്. അവരുടെ സ്വഭാവത്തെക്കുറിച്ചിട്ട്, അവരുടെ ഈ കേസുമായിട്ടുള്ള ബന്ധം സംബന്ധിച്ച് ഹൈക്കോടതിക്ക് സംശയങ്ങളുണ്ടായിരുന്നു. അതുപോലെ തന്നെ ഈ മരിച്ചുപോയ സ്ത്രീയെ അവസാനം കണ്ട ഒരു സാക്ഷിയുണ്ട്. ആ സാക്ഷിയെ ചോദ്യം ചെയ്യുന്നില്ല. അതുപോലെ കൊല്ലാൻ ഉപയോഗിച്ച കത്തിയുമായി ബന്ധപ്പെട്ടുണ്ടായിട്ടുള്ള സംശയങ്ങളുണ്ട്. ഇത്തരം കാര്യങ്ങളെല്ലാം പറഞ്ഞുകൊണ്ട് കോടതി ഈ കേസിൽ ഈ പ്രതി കുറ്റം ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞുകൊണ്ട് അയാളെ വെറുതെ വിടുകയാണ്. വെറുതെ വിടുന്നതിന് മുമ്പ് കീഴ്ക്കോടതി ജഡ്ജി, അതായത് ഇയാൾക്ക് വധശിക്ഷ വിധിച്ച കീഴ്ക്കോടതി ജഡ്ജിയെ അതിരൂക്ഷമായി ഹൈക്കോടതി വിമർശിക്കുന്നുമുണ്ട്. അതായത് പ്രോസിക്യൂഷൻ ദയനീയമായിട്ട് പരാജയപ്പെട്ടു, തെളിവുകളെല്ലാം കെട്ടിച്ചമച്ച തെളിവുകളാണ്. ദ contention put forth by the counsel of the appellant that witnesses as well as evidences were planted by the police. പോലീസ് കൃത്രിമമാക്കി ഉണ്ടാക്കിയതാണെന്നും ആൻഡ് ദ പർപ്പോർട്ടഡ് റിക്കവറീസ് ബേസ്ഡ് ഓൺ ഡിസ്ക്ലോസർ സ്റ്റേറ്റ്മെൻറ്റ്സ് വർ ഷാം ആൻഡ് കോൺകോക്റ്റഡ് എന്ന് പ്രതിയുടെ വക്കീൽ പറഞ്ഞത് ശരിയാണ്, ഇത് കൃത്രിമമായിട്ടുള്ളതാണ് എന്ന് ഞങ്ങൾക്ക് ബോധ്യമാകുന്നു. എന്ന് മാത്രമല്ല, കൊലക്കുറ്റത്തിന് വിധിക്കുമ്പോൾ അതിനൊരു കാരണങ്ങളും പറഞ്ഞിട്ടില്ല. എന്ന് മാത്രമല്ല, ഇത് അപൂർവങ്ങളിൽ അപൂർവമാണോ ഈ കൊല എന്നുള്ളത് തെളിയിക്കാൻ വേണ്ടിയിട്ട് കഴിഞ്ഞില്ല എന്ന് പറഞ്ഞുകൊണ്ട് കീഴ്ക്കോടതി ജഡ്ജി അതിരൂക്ഷമായി ഹൈക്കോടതി വിമർശിക്കുന്നുണ്ട്. അതിൻ്റെ അടിസ്ഥാനത്തിൽ ഈ കേസിനകത്ത് യാതൊരു തെളിവുമില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ ഹൈക്കോടതി ഈ പ്രതിയെ വെറുതെ വിടുന്നത്. അതിനുശേഷം ഹൈക്കോടതി പറയുന്നൊരു പിൻകുറിപ്പുണ്ട്. പിൻകുറിപ്പിൽ അവർ പറയുന്നത്, ബിഫോർ പാർട്ടിങ് വിത്ത് ദ മാറ്റർ we note that appellant in this case has already undergone imprisonment for over 10 years from his arrest. അതായത് 24/6/2013 അറസ്റ്റ് ചെയ്യപ്പെട്ട പ്രതി അതിനുശേഷം 10 വർഷം ജയിലിൽ കിടന്നു. He was sentenced to capital punishment on 5/7/2018 and all through his long incarceration the imminence of death has been looming upon him. അതായത് 5/7/2018 അയാൾക്ക് വധശിക്ഷ കൊടുത്തതിന് ശേഷവും അയാൾ 5-6 വർഷം ജയിലിൽ കിടന്ന സമയത്തെല്ലാം തന്നെ അയാളെ എപ്പോഴാണ് വധശിക്ഷയ്ക്ക് വിധിക്കാൻ പോകുന്നത് എന്നുള്ള ആശങ്ക അയാളുടെ മനസ്സിൽ ഉണ്ടായിരുന്നു. Now that we have found that there is no evidence whatsoever even to arraign him as an accused in the first place, whether the ends of justice would be served by merely acquitting him is a question that piques our conscience. അപ്പോൾ ഇപ്പോൾ ഇയാളെ ശിക്ഷിക്കാൻ വേണ്ടിയിട്ട് ഒരു തെളിവുമില്ല എന്നുള്ള സാഹചര്യത്തിൽ ഇയാളെ വെറുതെ വിട്ടാൽ മാത്രം നീതി നിർവഹിക്കപ്പെടുമോ എന്നുള്ള സംശയം ഞങ്ങളുടെ മനസ്സിനെ മഥിച്ചുകൊണ്ടിരിക്കുകയാണ്. Can we close our eyes to the fact that he had to suffer incarceration for around a decade and that to a major part of it under a looming death sentence before being acquitted or finding him innocent for the crime engaged? അതായത് അയാൾ ദീർഘകാലം ജയിലിൽ കിടന്നു എന്നുള്ളതും ആ ജയിലിൽ കിടന്നതിൻ്റെ സിംഹഭാഗവും വധശിക്ഷയ്ക്ക് വിധിക്കപ്പെടുമോ എന്നുള്ള കാരണം ആശങ്കയോടുകൂടി കിടന്നു എന്നുള്ള ആ വിഷയത്തോട് നമുക്ക് കണ്ണടച്ചിരിക്കാൻ കഴിയുമോ? ബഹുമാനപ്പെട്ട കോടതി ചോദിക്കുകയാണ്. The liberty and freedoms guaranteed to citizens under the Indian Constitution cannot be rendered so fragile, flimsy and trifling that they could be taken away by a quixotic incrimination in criminal offences which is followed by a slipshod investigation and an improper appreciation of evidence which imposes highest of all punishments of death upon him. അതായത് വളരെ മോശമായിട്ടുള്ള ഒരു അന്വേഷണം, അനാവശ്യമായി അയാളെ കുടുക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമം, അതുപോലെ തന്നെ അയാൾക്ക് വധശിക്ഷ, ഇതെല്ലാം കിട്ടുമ്പോൾ മനുഷ്യൻ്റെ പൗരാവകാശവും സ്വാതന്ത്ര്യവും
അവന് ഭരണഘടന അനുവദിക്കുന്ന സ്വാതന്ത്ര്യം അത് അത്ര ദുർബലമാക്കി കളയാൻ നമുക്ക് കഴിയുമോ? കോടതി ചോദിക്കുകയാണ്. ഇതിൻ്റെയൊക്കെ പശ്ചാത്തലത്തിൽ കോടതി എന്ത് ചെയ്യുന്നു? കോടതി പറയുകയാണ്, കോടതി ഒരു സെൻസിൽ പറയുന്നുണ്ട്, ദ ഫെയ്ത്ത് ദാറ്റ് ദ ജനറൽ പബ്ലിക് റിപ്പോസസ് ഓൺ ദ സിസ്റ്റം ഈസ് നോട്ട് ഓൺലി ഇറോഡഡ് ബൈ സച്ച് ഇൻസിഡൻസ്. ഇത്തരം കാരണങ്ങൾ കൊണ്ട് പൊതുജനങ്ങൾ ഈ സംവിധാനത്തിന് മേൽ അവർക്ക് ഉള്ള വിശ്വാസം അതിൻ്റെ അത് ശരിക്കും നിയമവ്യവസ്ഥയുടെ അടിത്തറ തന്നെ തകർക്കുന്നതാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഈ പ്രതിക്ക് 5 ലക്ഷം രൂപയുടെ നഷ്ടപരിഹാരവും കൂടി കോടതി കൊടുക്കുകയാണ്. അവസാനം പറയുന്നുണ്ട്, ഇൻ എ കേസ് അതുപോട്ടെ അതായത് ഇയാളിങ്ങനെ 10 വർഷം കിടക്കുകയും പീഡനം അനുഭവിക്കുകയൊക്കെ ചെയ്തതുകൊണ്ട് അത് അയാളുടെ പൗരാവകാശത്തിൻ്റെ ലംഘനമായതുകൊണ്ട്, പൗരാവകാശത്തിൻ്റെ ലംഘനവും ഭരണഘടനയുടെ ആർട്ടിക്കിൾ 21 ലംഘനവുമാണ്. അതുകൊണ്ട് തന്നെ അയാൾക്ക് സംസ്ഥാന സർക്കാർ 5 ലക്ഷം രൂപയുടെ നഷ്ടപരിഹാരം കൊടുക്കണം. ഇതാണ് കോടതി പറയുന്നത്. അപ്പോൾ കോടതി അയാൾ 10 വർഷം ജയിലിൽ കിടന്നതിൻ്റെ ബുദ്ധിമുട്ടുകളെക്കുറിച്ച് പറയുന്നുണ്ട്. അത് അയാളുടെ മൗലികാവകാശത്തിൻ്റെ ലംഘനമാണെന്ന് കോടതി പറയുന്നുണ്ട്. അത് ആർട്ടിക്കിൾ 21 ലംഘനമാണെന്ന് പറയുന്നുണ്ട്. അതുകൊണ്ട് അയാൾക്ക് നഷ്ടപരിഹാരം കൊടുക്കണമെന്നും കോടതി പറയുന്നുണ്ട്. നല്ലത്. കോടതി അയാളുടെ കേസിൽ ഒരു തെളിവുമില്ല എന്ന് കണ്ടുപിടിച്ചതും നല്ലത്. പക്ഷേ ചില പ്രധാനപ്പെട്ട ചോദ്യങ്ങൾ ഇവിടെ ഉയരുന്നുണ്ട് സുഹൃത്തുക്കളെ. അത് ചോദിക്കാതെ എങ്ങനെയാണ് നമുക്ക് മുന്നോട്ട് പോകാൻ കഴിയുക? നമ്മൾ കണ്ടു 5/7/2018 കീഴ്ക്കോടതി ഈ ഗിരീഷ് കുമാറിനെ വധശിക്ഷയ്ക്ക് വിധിച്ചത്. വധശിക്ഷയ്ക്ക് വിധിച്ച ഉടനെ തന്നെ ഇതിൻ്റെ രേഖകൾ കീഴ്ക്കോടതി ഹൈക്കോടതിയിലേക്ക് കൊടുത്തു 2018. എന്നാൽ വിധി വന്നത് എപ്പോഴാണ്? വിധി വന്നത് ജൂലൈ 3, 2024. അപ്പോൾ 2018 2024 ഇടയിൽ 6 വർഷക്കാലം ഈ ഗിരീഷ് കുമാർ വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട് ജയിലിൽ കിടന്നെങ്കിൽ അതിൻ്റെ ഉത്തരവാദി ആരാണ് സുഹൃത്തുക്കളെ? അതിൻ്റെ ഉത്തരവാദി ബഹുമാനപ്പെട്ട ഹൈക്കോടതിയല്ലേ? ബഹുമാനപ്പെട്ട ഹൈക്കോടതിയോട് എല്ലാ ബഹുമാനവും നിലനിർത്തിക്കൊണ്ട് തന്നെ ആണ് ഈ ചോദ്യം ചോദിക്കുന്നത്. കാരണം ബഹുമാനപ്പെട്ട ഹൈക്കോടതിയാണ് 2024 ഈ പ്രതി കുറ്റം ചെയ്തിട്ടില്ലെന്നുള്ളത് കണ്ടുപിടിച്ചത്. നല്ലത്. പക്ഷേ അത് 2024 ബഹുമാനപ്പെട്ട ഹൈക്കോടതി അത് കണ്ടുപിടിക്കേണ്ടിയിരുന്നത്. അത് 2018 കണ്ടുപിടിക്കേണ്ടതല്ലായിരുന്നോ? ആ 2018 കണ്ടുപിടിക്കാതിരുന്നതുകൊണ്ടല്ലേ ഈ പ്രതിക്ക് വധശിക്ഷ എപ്പോൾ വേണമെങ്കിലും വധിക്കപ്പെടുമെന്നുള്ള ഭയവും ആയിട്ട് 6 വർഷക്കാലം ജയിലിൽ കിടന്നത്. അതിന് ഉത്തരവാദി ബഹുമാനപ്പെട്ട ഹൈക്കോടതിയല്ലേ? അതിൽ നിന്ന് ഹൈക്കോടതി ഒളിച്ചുകൂടാൻ പറ്റുമോ? 5 ലക്ഷം രൂപ നഷ്ടപരിഹാരം കൊടുത്തതുകൊണ്ട് അതവിടെ അവസാനിക്കുമോ? അയാൾ 6 വർഷക്കാലം അനുഭവിച്ച മാനസിക പീഡനമുണ്ടല്ലോ. ഏത് ദിവസം വേണമെങ്കിലും കൊല്ലപ്പെടാമെന്ന് വിചാരിച്ചുകൊണ്ട് കിടന്ന സാധാരണ മനുഷ്യൻ ഗിരീഷ് കുമാർ അയാൾ അനുഭവിച്ച മാനസിക വിഷമം, ഇൻകാർസറേഷൻ, ഇഗ്നോമിനി, അതിന് ഉത്തരവാദി ഹൈക്കോടതിയും കൂടിയല്ലേ എന്നുള്ളതാണ് എൻ്റെ ഒന്നാമത്തെ ചോദ്യം. രണ്ടാമത്തെ ചോദ്യം, ഈ കീഴ്ക്കോടതിയെ അതിരൂക്ഷമായി വിമർശിക്കുന്നുണ്ട് ഹൈക്കോടതി. നല്ലതാണ്, വിമർശനം നല്ലതാണ്. പക്ഷെ വിമർശിച്ചിട്ട് അവിടെ വിടുകയാണ് ഹൈക്കോടതി. ആ വിധി പ്രഖ്യാപിച്ച ജഡ്ജി അന്തരിച്ചു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. പക്ഷേ ഇതുപോലുള്ള വിധികൾ മേലിൽ ഉണ്ടാവാൻ പാടില്ല. ഒരു മനുഷ്യനെ ഇതുപോലെ ഒരു തെളിവുകളുമില്ലാതെ ഇതുപോലെ വധശിക്ഷയ്ക്ക് വിധിച്ചത് ഏറ്റവും തെറ്റാണ്. അതൊരു ജഡ്ജിയുടെ ഭാഗത്തു നിന്നുണ്ടാകാൻ പാടില്ലായിരുന്നുവെന്ന് അസന്നിഗ്ധമായി അർത്ഥശങ്കയ്ക്കിടയില്ലാത്ത വിധം പറയാൻ കേരള ഹൈക്കോടതിക്ക് ബാധ്യതയുണ്ടായിരുന്നില്ല സുഹൃത്തുക്കളെ. അത് ഹൈക്കോടതി പറഞ്ഞോ? പറഞ്ഞില്ല. പറയാതെ ജഡ്ജിയെ കുറേ വിമർശനം നടത്തി അതവിടെ ആട് പ്ലാവല കടിക്കുന്ന പോലെ കടിച്ചങ്ങ് ഇടുകയാണ്. അത് രണ്ടാമത്തെ പ്രശ്നം. മൂന്നാമത്തെ പ്രശ്നം എന്താ? മൂന്നാമത്തെ പ്രശ്നം, ഈ പാവപ്പെട്ടവനെ കൃത്രിമമായി ഒരു കൊലക്കേസിൽ കുരുക്കുകയായിരുന്നുവെന്ന് എന്നുള്ളതിന് എത്രയെത്ര തെളിവുകളാണ് ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് നിരത്തിയത്. തുടക്കത്തിൽ തന്നെ പറയുന്നത് എന്താണ്? അന്വേഷണ ഉദ്യോഗസ്ഥൻ കുണ്ടറ CI വന്നിട്ട് പറയുകയാണ്, ഞങ്ങൾക്ക് പ്രതിയെ കിട്ടിയില്ല. അപ്പോൾ അടുത്ത സമയത്ത് ആരൊക്കെയാണ് ജയിലിൽ നിന്ന് ഇറങ്ങിയത്, പ്രതികൾ ആരൊക്കെയാണെന്ന് ഞങ്ങൾ അന്വേഷിച്ചു. അങ്ങനെ ഒരാളെ കിട്ടി, അയാളാണ് പിന്നീട് പ്രതിയായത് എന്ന് പറയുന്നത് ശുദ്ധ അസംബന്ധമാണെന്ന് കോടതി തന്നെ കണ്ടുപിടിക്കുന്നു. പോലീസ് കൊണ്ടുവന്ന മുഴുവൻ തെളിവുകളും ശുദ്ധ അസംബന്ധമാണെന്ന് കോടതി പറയുന്നു. ഈ തെളിവുകളെല്ലാം കെട്ടിച്ചമച്ചതാണെന്ന് കോടതി പറയുന്നു. ഇത് മനഃപൂർവ്വം സൃഷ്ടിക്കപ്പെട്ടൊരു കേസാണെന്ന് കോടതി പറയുന്നു. അങ്ങനെയെങ്കിൽ ഈ കേസ് അന്വേഷിച്ച പോലീസ് ഉദ്യോഗസ്ഥന്മാരെ അവർക്ക് ശിക്ഷ കിട്ടണ്ടേ? കോടതി അവരെ ശിക്ഷിക്കണ്ടേ? ഈ മനഃപൂർവ്വം ഈ പാവപ്പെട്ടവനെ ഇത്രയും നാൾ കോടതി ജയിലിൽ കിടക്കാനുള്ള കാരണക്കാരൻ അടിസ്ഥാനപരമായ കേസ് അന്വേഷിച്ച പോലീസ് ഉദ്യോഗസ്ഥനല്ലേ? ആ പോലീസ് ഉദ്യോഗസ്ഥനെ ശിക്ഷിക്കണ്ടേ?
ശിക്ഷിച്ചോ ഹൈക്കോടതി? ശിക്ഷിച്ചില്ല. ആ പോലീസ് ഉദ്യോഗസ്ഥനെതിരെ ഒന്നും പറഞ്ഞില്ല. എല്ലാം 5 ലക്ഷം രൂപയുടെ നഷ്ടപരിഹാരം കൊണ്ട് തീരും എന്നാണോ ബഹുമാനപ്പെട്ട ഹൈക്കോടതി പറയുന്നത്? തീരില്ല എന്ന് പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. സെന്റിനൽ ഇൻ ദ ക്യൂഐ എന്നാണ് പറയുന്നത്. സാധാരണ മനുഷ്യൻ്റെ മൗലികാവകാശങ്ങൾ സംരക്ഷിക്കുന്ന വാച്ച്ഫുൾ ഗാർഡിയൻ ഓഫ് ദ ഫണ്ടമെൻ്റൽ റൈറ്റ്സ് ഓഫ് ദ പീപ്പിൾ എന്നാണ് കോടതിയെക്കുറിച്ചിട്ട് ഞങ്ങൾ പഠിച്ചിട്ടുള്ളത്. ആ കോടതിക്ക് വരുന്ന തെറ്റുകുറ്റങ്ങൾ ആ കോടതി കാണണം. ആ കോടതി സ്വയം വിമർശനപരമായി ചിന്തിക്കണം. ഈ കാര്യത്തിൽ 3 പിശകുകൾ സംഭവിച്ചിട്ടുണ്ട്. ഒന്ന്, കേരള ഹൈക്കോടതിക്ക് പിശകുകൾ സംഭവിച്ചു. 2018 കിട്ടിയ ഈ കേസ് 2024 വിധി പ്രഖ്യാപിക്കുന്നത്. 6 വർഷക്കാലം ഈ ഗിരീഷ് കുമാർ മരണഭയത്തോടുകൂടി ജയിലിൽ കിടന്നിട്ടുണ്ടെങ്കിൽ അതിൻ്റെ പ്രധാന ഉത്തരവാദി കേരള ഹൈക്കോടതിയാണ്. 1. 2, ഇയാളെ കൊലക്കുറ്റത്തിന് യാതൊരു കാരണവുമില്ലാതെ വിധിച്ച കീഴ്ക്കോടതി ജഡ്ജിയുടെ വിധിന്യായത്തെ വിമർശിക്കുകയും അതിനി മേലാൽ ആവർത്തിക്കാതിരിക്കാനുള്ള നടപടിക്രമങ്ങൾ ഈ ജഡ്ജ്മെൻറ്റിൽ പറയുകയും വേണ്ടായിരുന്നു. കോടതി അത് പറഞ്ഞില്ല. അത് 2ാമത്തെ തെറ്റ്. 3, ഈ പാവപ്പെട്ടവനെ മനഃപൂർവ്വം ഈ കേസിൽപ്പെടുത്തിയ പോലീസ് ഉദ്യോഗസ്ഥനെ വെറുതെ വിട്ടു ഈ കോടതി. അയാളെ ശിക്ഷിക്കണമെന്ന് കോടതി പറഞ്ഞില്ല. ഈ 3 തെറ്റുകളും കേരള ഹൈക്കോടതിക്ക് ഉണ്ടായിട്ടുണ്ട് എന്ന് പറയാൻ വേണ്ടിയിട്ടാണ് പിന്നെ ഒരു പൊതുപ്രവർത്തകൻ എന്നുള്ള ഞാൻ ഈ വീഡിയോയിലൂടെ ശ്രമിച്ചിട്ടുള്ളത്. ഇത് വളരെയേറെ മനോവ്യഥ ഉണ്ടാക്കുന്ന ഒരു കാര്യമാണ്. ഒരു വളരെ പാവപ്പെട്ടവനാണ്. കഴിഞ്ഞ ദിവസം ഒരു വീഡിയോയിൽ അയാൾ സംസാരിക്കുന്നത് ഞാൻ കേട്ടു. അയാളെ കുനിച്ചു നിർത്തി ഇടിച്ച കാര്യവും അയാളെ 2 കിലോയുടെ കട്ടിക്കിടിച്ച കാര്യവും അയാളെ കെട്ടിത്തൂക്കിയിട്ട കാര്യമൊക്കെ അയാൾ പറയുന്നത് കേട്ടു. ബഹുമാനപ്പെട്ട ഹൈക്കോടതി ഒന്ന് ആലോചിച്ച് നോക്കൂ. എത്ര ക്രൂരമായിട്ടുള്ള പീഡനമാണ് പോലീസുകാർ നടത്തുന്നത്. അപ്പോൾ അതുകൊണ്ട് ഈ തെറ്റുകൾ ഹൈക്കോടതിക്ക് ഉണ്ടായിട്ടുണ്ട് എന്ന് ഹൈക്കോടതി അംഗീകരിക്കാനുള്ള മര്യാദ കാണിക്കണം എന്നാണ് ഒരു പൊതുപ്രവർത്തകൻ എന്നുള്ള നിലയിൽ എനിക്ക് കേരള ഹൈക്കോടതിയോട് ഏറെ വിനയത്തോടു കൂടി പറയാനുള്ളത്.